സോ വി ഹാവ് ദി സാലിയൻ പോൾ ആൻഡ് നോൺ സാലിയൻ പോൾ. സാലിയൻ പോൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, പ്രൊജക്റ്റിംഗ് പോളാണ്. പ്രൊജക്റ്റിംഗ് പോൾ അത് നമ്മളെവിടെ ഉപയോഗിക്കുന്നത്? മറ്റേ നോൺ സാലിയൻ പോൾ, സിലിണ്ടറിക്കൽ റോട്ടർ. These generators are also called as water wheel generators and turbo alternators. Turbo, cylindrical rotor, also called as turbo. എന്താണത്? വാട്ടർ വീൽ ജനറേറ്റേഴ്സിൻ്റെ പ്രൈം മൂവർ ഹൈഡ്രോളിക് ടർബൈനാണ്, വാട്ടർ വീൽസാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഡ് കുറവായിരിക്കും, അധികം കൂടുതൽ കാണത്തില്ല. മേ ബി 50 RPM. ആസ് ദ വാട്ടർ ഹെഡ്സ് ആർ നോട്ട് ഹൈ, ദ സ്പീഡ് ദ ടർബൈൻ ഇസ് ലോ ആൻഡ് യൂഷ്വലി വേരീസ് ഫ്രം 50 RPM to 500 RPM. ഈ വാട്ടർ ടർബൈൻ്റെ, ഹൈഡ്രോളിക് ടർബൈൻ്റെ സ്പീഡെന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് 50 RPM മുതൽ 500 RPM വരെ കാണുള്ളൂ. അപ്പം 50 RPM മുതൽ 500 RPM, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 50 Hz ഫ്രീക്വൻസിയാണ് വേണ്ടുന്നതെന്നുണ്ടെങ്കിൽ ദ നമ്പർ ഓഫ് പോൾസ് ഓഫ് വാട്ടർ വീൽ ജനറേറ്റേഴ്സ് ഈസ് ഫ്രം 12 upwards. 500 RPM ആണെങ്കിൽ യു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് പോൾസ് ഫോർ 50 Hz സപ്ലൈ. യു വിൽ സീ ദറ്റ് ഇറ്റ് ഈസ് 12. 500 RPM വേണ്ടത് നമ്പർ ഓഫ് പോൾസ് 12 ആണ്. 50 RPM ആണെങ്കിലോ, 50 RPM ഉള്ളൂ എന്നുണ്ടെങ്കിൽ 120 നമ്പർ ഓഫ് പോൾസ് വേണം. 120. അപ്പം ടർബൈൻ്റെ സ്പീഡ് 50 മുതൽ 500 വരെ കാണുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പോൾസോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഫ്രം 12 to 120. വളരെ കൂടുതൽ 12, 16, 20, 24, 30, അങ്ങനെ 120 ദിവസം. അപ്പം വാട്ടർ വീൽ ജനറേറ്റേഴ്സിൻ്റെ സ്പീഡ് കുറവായതുകൊണ്ട് യൂഷ്വലി ദേ ഹാവ് ലാർജ് നമ്പർ ഓഫ് പോൾസ്, അതിൻ്റെ സ്പീഡും കുറവാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡയമീറ്റർ, ഇത്രയും പോൾസ് നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണം. റോട്ടറിൽ പോൾസ് അക്കോമഡേറ്റ് ചെയ്യണം ഇത്രയും. അതിനപ്പോൾ അതിൻ്റെ സ്പീഡ് കുറവാണ്. അപ്പോൾ അതിൻ്റെ പോൾസ് വളരെ കൂടുതലാണ്. പോൾസ് കൂടുതലാണെങ്കിൽ ഇത്രയും 100 പോൾസൊക്കെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ, അതിൻ്റെ സർക്കംഫറൻസ്, അതിൻ്റെ ചുറ്റാകെയല്ലേ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പം സർക്കംഫറൻഷ്യൽ ലെങ്ത് കൂടിയിരുന്നെങ്കിൽ 100 പോൾസോ അല്ലെങ്കിൽ 60 പോൾസോ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് ദ സ്പീഡ്. അപ്പോൾ അത്രയും കൂടുതൽ നമ്പർ ഓഫ് പോൾസ് അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ പെരിഫറി കൂടുതലായിട്ട് നമുക്ക് കിട്ടണം. അത് ഡയമീറ്റർ കൂടും. അപ്പം സാലിയൻ പോൾ മെഷീന് അതിൻ്റെ ഡയമീറ്റർ കൂടുതലായിരിക്കും. ഇനി ഈ വാട്ടർ ഹെഡ്സ് കുറവാണെന്ന് പറഞ്ഞു ടർബൈന്. അപ്പം നമുക്ക് പ്രധാനപ്പെട്ട 3 വാട്ടർ വീൽസ് എന്ന് പറയുന്നത്, അതായത് ഹൈഡ്രോളിക് ടർബൈൻ എന്ന് പറയുന്നത്, ഒന്ന് പെൽറ്റൺ വീലാണ്, മറ്റൊന്ന് ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയും, മറ്റേത് കെപ്ലാൻ ടർബൈൻ എന്ന് പറയും. വാട്ടർ ഹെഡ് വെള്ളം ഇങ്ങനെ മുകളിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ടർബൈൻ്റെ ലെവലിൽ നിന്നും ഡാമിൻ്റെ വാട്ടർ ലെവൽ അപ്പർ സർഫസ് വരെയുള്ള വെള്ളമാണ് ഹെഡെന്ന് പറയുന്നത്. ഡാമിൻ്റെ അപ്പർ സർഫസ് വാട്ടർ ലെവലിൽ നിന്നും ആ ടർബൈൻ്റെ ലെവൽ വരെയുള്ള ആ വാട്ടർ ലെവലാണ് വാട്ടർ ഹെഡ് എന്ന് പറയുന്നത്, വാട്ടർ പ്രഷർ. അപ്പം നമുക്ക് ഉദാഹരണത്തിന് ഇടുക്കിയിലൊക്കെ നമുക്ക് ഭയങ്കര ഹെഡാണ്. 500 മീറ്റർ ഉണ്ട് ആ ഹെഡെന്ന് പറയുന്നത്, 500-അടുത്തുണ്ട്. കൃത്യമായിട്ട് എനിക്ക് അറിയില്ല, നോക്കിയെങ്കിലേ പറയാനൊക്കെ ഉള്ളൂ. ഫോർ വാട്ടർ ഹെഡ്സ് 400 മീറ്റർ ആൻഡ് എബോവ്, പെൽറ്റൺ വീൽ ടർബൈൻസ് ആർ എംപ്ലോയ്ഡ്. പെൽറ്റൺ വീൽ ഇറ്റ്സ് എൻ ഇമ്പൾസ് ടർബൈൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇമ്പൾസ് ആൻഡ് റിയാക്ഷൻ ടർബൈൻസ്. ഇനി അതിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ, വാട്ടർ ഹെഡ്സ് 400 താഴെയാണെങ്കിൽ അപ് ടു 380 മീറ്റർ വി യൂസ് ഫ്രാൻസിസ് ടർബൈൻ. വാട്ടർ ഹെഡ് കുറഞ്ഞ ഡാമുകളൊക്കെ ഉണ്ട്, ഫ്രാൻസിസ് ടർബൈൻ.
ലോ വാട്ടർ ഹെഡ് 50 മീറ്ററിൽ താഴെയുള്ളത് അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് കെപ്ലാൻ ടർബൈൻ എന്ന് പറയും. കെപ്ലാൻ ടർബൈൻ ഓർത്തിരുന്നാൽ മതി. വാട്ടർ വീൽ ജനറേറ്റേഴ്സ് ആർ characterized by large diameter but small axial length. അതെന്താണ്? അപ്പോൾ നമുക്കറിയാം പവർ ഔട്ട്പുട്ട് is equal to C0 പവർ ഔട്ട്പുട്ട് P is equal to C0 d square L ns. We'll prove the same expression for a synchronous generator also. The output equation, the power equation for a synchronous machine is also same as this. എന്തുകൊണ്ടാണ് അങ്ങനെ സെയിം ആയി വരുന്നത്? വെർ C is the constant coefficient, D is the diameter of the rotor, L the length. അപ്പോൾ പവർ ഇതാണ്. നമ്മൾ C0 റിമൈനിങ് കോൺസ്റ്റൻറ്റ്, NS എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, C0 കോഎഫിഷ്യൻ്റ് കോൺസ്റ്റൻ്റ് ആണ്. സോ പവർ ഈസ് പ്രപ്പോർഷണൽ ടു D square L. P is proportional to D square L. അപ്പോൾ D കൂടുതലാണെങ്കിൽ we can reduce L. So when D is large, we can reduce L. L can be reduced. L can be reduced. അപ്പോൾ D കൂടുതലാണ്, അപ്പോൾ L നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് വാട്ടർ വീൽ ജനറേറ്റേഴ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ലാർജ് ഡയമീറ്റർ. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ വലുതാണ്, കൂടുതൽ പോൾസ് അക്കോമഡേറ്റ് ചെയ്യണം. ബട്ട് സ്മോൾ ആക്സിയൽ ലെങ്ത്, നിങ്ങൾക്കറിയാം നീളം എന്താണെന്ന്. ഡയമീറ്റർ കൂടുതലായിരിക്കും, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഡയമീറ്റർ കൂടുതലായിരിക്കും, പക്ഷെ നീളം കുറവായിരിക്കും. ഇതാണ് നീളമെന്ന് മെഷീൻ്റെ സ്റ്റേറ്റർ ആൻഡ് ബോത്ത് സ്റ്റേറ്റർ ആൻഡ് റോട്ടർ. Length, this is the length of the machine. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഐസോമെട്രിക് വ്യൂ ആണ് ഞാൻ വരച്ചത്. ഇനി വാട്ട് ഈസ് ടർബോ ഓൾട്ടർനേറ്റർ? ഇൻ ദ കേസ് ഓഫ് ടർബോ ഓൾട്ടർനേറ്റർ, ദ സിങ്കർണസ് സ്പീഡ് ഈസ് അബൌട്ട് 3000 RPM. അത് നമുക്ക് ടർബോ ഓൾട്ടർനേറ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റീം ടർബൈൻ പ്രൈമറായിട്ട് വരുന്ന ഓൾട്ടർനേറ്ററാണ്, സിങ്കർണസ് ജനറേറ്ററാണ്. ടർബോ ഓൾട്ടർനേറ്റർ, ടർബോ ജനറേറ്റേഴ്സ് അതിന് വളരെ കൂടുതൽ സ്പീഡാണ്, 3000 RPM വരും. 3000 RPM. അത് സ്പീഡ് നമുക്ക് ടർബൈൻ്റെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, ടർബൈൻ സ്റ്റീമൊക്കെ അഡ്മിറ്റ് ചെയ്യാം, അതനുസരിച്ച് 3000 RPM. നമുക്കറിയാം 2 പോൾസ് ആണെങ്കിൽ എത്രയായിരിക്കും സ്പീഡ്? When the speed is 3000 RPM, number of poles required is P equal to 2. കാരണം ഉദാഹരണത്തിന് നമുക്ക് സ്പീഡ് ഈക്വൽ ടു 120 ഇൻറ്റു F/P ആണല്ലോ സിങ്കർണസ് സ്പീഡ് എന്ന് പറയുന്നത്, F50 ഡിവൈഡഡ് ബൈ. അപ്പോൾ സ്പീഡ് 2 ആണെങ്കിൽ ഫോർ 50 Hz ഫ്രീക്വൻസി എത്രയായിരിക്കും സ്പീഡ്? 2 120, അപ്പോൾ 60 ഇൻറ്റു 50. അപ്പോൾ ഇവിടെ 3000 വന്നില്ലേ? സ്പീഡ് ഈസ് 3000 സിങ്കർണസ് സ്പീഡ്. അപ്പം when the speed is 3000 RPM, the number of poles that we need to provide is 2. സ്റ്റീം ടർബൈൻ്റെ കേസിൽ ഹൈ സ്പീഡാണ്. അപ്പം നേരെ 50 Hz പകരം 60 Hz ഫ്രീക്വൻസിയാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ 3600 RPM പോകണം. നമുക്ക് ബൈ slight adjustment is possible there in the case of steam turbine. We can make it for 3000 or 3600. എക്സാക്ട് സ്പീഡ് 3000 ആയിരിക്കണമെന്നില്ല. അത് നമുക്ക് സ്റ്റീമിന് നമുക്ക് അഡ്മിറ്റ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് 3000 കൊണ്ടുവരാം. സോ വി ക്യാൻ ഹാവ് ടർബൈൻസ് ഓഫ് 3000 RPM. അപ്പം 2 പോളാണ് എന്നുണ്ടെങ്കിൽ സിങ്കർണസ് സ്പീഡ് 3000 RPM ഉണ്ടാകണം. അപ്പം since steam turbines have high speed of the order of 3000 RPM, the option is to make a 2-pole generator.
അപ്പോൾ ടർബോ ഓൾട്ടർനേറ്ററിൽ നമ്പർ ഓഫ് പോൾസ് 2 ആകാനേ തരമുള്ളൂ. 2 നമ്പർ ഓഫ് പോൾസ് ഇസ് 2. 2 പോളെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദേ ഹാവ് ഹൈ സ്പീഡ്സ്. അപ്പം 2 പോൾ അക്കോമഡേറ്റ് ചെയ്താൽ മതി. സ്പീഡും വളരെ കൂടുതലാണ്. 2 പോൾ അക്കോമഡേറ്റ് ചെയ്താൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ഡയമീറ്ററുള്ള റോട്ടർ മതി. വി നീഡ് നോട്ട് ഗോ ഫോർ ലാർജ് ഡയമീറ്റർ മെഷീൻസ്. കൂടുതൽ സ്പീഡിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഇപ്പം ഇത് വേറൊരു പ്രത്യേകത ഓർക്കേണ്ട, സച്ച് മെഷീൻസ് ആർ ഹൊറിസോണ്ടൽ ഷാഫ്റ്റ് മെഷീൻസ്. സച്ച് മെഷീൻസ് ആർ ഹൊറിസോണ്ടൽ ഷാഫ്റ്റ് മെഷീൻസ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വാട്ടർ വീൽസിൻ്റെ കേസിൽ ഹൊറിസോണ്ടൽ ഷാഫ്റ്റ് അല്ല, നമ്മളത് വെർട്ടിക്കലായിട്ടാണ് വെക്കുന്നത്. കാരണം വെള്ളമാണ് കൊണ്ടെന്ന് ഇടിപ്പിച്ച് ടർബൈൻ ബ്ലേഡിൽ ഇടിപ്പിച്ച് ഇമ്പിഞ്ച് ചെയ്യിച്ച്, ഇമ്പിഞ്ച് IMPINGE, ഹൈ പ്രഷർ ജെറ്റ്, വെൻ ഇറ്റ് ഇമ്പിഞ്ചസ് ഓൺ ദി ടർബൈൻ ബ്ലേഡ്സ്, ഇത് നമ്മൾ നോസിലൂടെ കടത്തിവിട്ട് വലിയ ഭീമാകാരമായ പൈപ്പിൽ കൂടെ കൊണ്ടുവന്നിട്ട് പിന്നെ നോസിലിൽ കൂടെ കടത്തിവിട്ട് ഹൈ പ്രഷർ ജെറ്റാക്കി ഈ ടർബൈൻ്റെ ബ്ലേഡിലോട്ട് ഇടിപ്പിക്കുമ്പോഴാണ് ടർബൈൻ കറങ്ങുന്നത്, വാട്ടർ ടർബൈൻ. അങ്ങനെയാണ് അവിടെ ടർബൈൻ കറക്കുന്നത്. അവിടെ ഇപ്പം വെള്ളം ആയതുകൊണ്ട് നമുക്ക് ഇത് വെർട്ടിക്കലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, വെർട്ടിക്കൽ. സോ ഇങ്ങനെയായിരിക്കും നമുക്ക് ഷാഫ്റ്റ് വെർട്ടിക്കലായിട്ടാണ്. എന്നിട്ട് മുകളിലായിരിക്കും ജനറേറ്റർ മുകളിൽ മൗണ്ട് ചെയ്യും. താഴെയായിരിക്കും ടർബൈനും ജനറേറ്ററും കൂടെ കപ്പിൾ ചെയ്തിരിക്കും. ടർബൈൻ ഇവിടെ വെള്ളം കൊണ്ടുവന്ന് ഇടിച്ച് ഇവൻ കറങ്ങുമ്പോൾ ഇത് വിട്ടുള്ള. അപ്പോൾ ദിസ് ഈസ് ദ ടർബൈൻ ആൻഡ് ദിസ് ഈസ് ദ ജനറേറ്റർ. അപ്പം വെള്ളം ഇങ്ങനെ താഴെ കൂടെ പാട്ടിൽ കൂടെ ഒഴി അങ്ങ് പൊക്കോളും. പക്ഷേ ഇവിടെയാണെങ്കിലോ ദിസ് ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റാണ്. എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റ് ഹൊറിസോണ്ടലായിട്ടിരിക്കും. ഒരു സൈഡിലാണെന്നുണ്ടെങ്കിൽ ടർബൈൻ, പിന്നെ അതുമായിട്ട് കപ്പിൾ ചെയ്തിരിക്കും. ജനറേറ്റർ, അപ്പോൾ ഒന്ന് ടർബൈനും മറ്റേ ജനറേറ്ററും. സോ ഹൊറിസോണ്ടൽ ഷാഫ്റ്റ് ഇങ്ങനെയാണ്. ഇത് നമ്മൾ ടർബോ ഓൾട്ടർനേറ്റർ ആകുമ്പോഴാണ് ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ്. മറ്റേ വാട്ടർ ടർബൈൻ ആകുമ്പോഴത്തേക്ക് വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ്. അതാണ് നമ്മൾ ടർബോ ഓൾട്ടർനേറ്ററിൻ്റെ കേസിൽ 2 പോൾ കൺസ്ട്രക്ഷൻ ഈസ് എംപ്ലോയിഡ്. സച്ച് മെഷീൻസ് ആർ ഹൊറിസോണ്ടൽ ഷാഫ്റ്റ് മെഷീൻസ്. അപ്പോൾ ദേ ഹാവ് ഹൈ പെരിഫറൽ സ്പീഡ്സ്. പെരിഫറൽ സ്പീഡ് എന്ന് പറയുന്നത്, ഇഫ് D is the diameter of the rotating part and NS the synchronous speed, കറങ്ങുന്ന സ്പീഡ് in RPS revolutions per second. പെരിഫറൽ സ്പീഡ് എന്ന് പറയുന്നത് πDNS, അല്ലെങ്കിൽ ക്യാപിറ്റൽ NS പറയുകയാണെങ്കിൽ πDNS/60 എന്ന് പറയും. πDN/60. അപ്പോൾ ഇത് πDNS/60, അതായത് πDNS. ബട്ട് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു D. NS എന്ന് പറയുന്നത് ഇവിടെ കൂടുതലാണ്. 3000 RPM ഉണ്ട് സിങ്കർണസ് സ്പീഡ്. കറസ്പോണ്ടിങ് ആയിട്ട് 3000/60 എന്ന് പറയുന്നത് 50 കൂടുതലാണ്. വേർ D ഈസ് ദി ഡയമീറ്റർ ഓഫ് ദ റോട്ടർ. ദ ഹൈ സ്പീഡ് of the rotor limits the diameter of the 2-pole machine to about 1.2 meter, giving a peripheral speed of 175 meter per second. നമുക്ക് ഈ പെരിഫറൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കറങ്ങുകയാണ് മെഷീന്, ഇതിൻ്റെ ഔട്ട്സൈഡിൽ വരുന്ന സ്പീഡ്, പെരിഫറൽ കറങ്ങുന്ന റോട്ടറിൻ്റെ പെരിഫറയിൽ വരുന്ന സ്പീഡ്, അതാണല്ലോ പെരിഫറൽ സ്പീഡ്.
അവിടെ നമ്മൾ പിന്നെ അങ്ങനെ ഹൈ സ്പീഡ് വരുമ്പോഴത്തേക്ക് നമുക്കാണെന്നുണ്ടെങ്കിൽ അത് ലിമിറ്റ് ചെയ്യണം. കാരണം ഇതിനകത്ത് വൈൻഡിങ്ങൊക്കെ ഉണ്ട്, റോട്ടറിലും വൈൻഡിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ ആ വൈൻഡിങ്ങൊക്കെ ചിലപ്പം കവർന്നൊക്കെ പോകും. കാരണം ഇവിടെ റോട്ടറാണെങ്കിൽ റോട്ടറിൽ നമ്മൾ എ സി വൈൻഡിങ്, ആർമച്ചർ വൈൻഡിങ് സ്റ്റേറ്ററിലാണെങ്കിലും റോട്ടറിനകത്ത് പിന്നെ ഫീൽഡ് വൈൻഡിങ് ഉണ്ട്, പോൾസിന് ചുറ്റും വെച്ചിരിക്കുന്ന വൈൻഡിങ് ഉണ്ട്. ആ വൈൻഡിങ്ങൊക്കെ ഈ സ്ലോട്ടിനകത്തൊക്കെ വെച്ചിരിക്കും റോട്ടറിൻ്റെ. അതൊക്കെ പറന്നു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി പെരിഫറൽ സ്പീഡ് അതിനൊരു ലിമിറ്റുണ്ട്. മാക്സിമം പെരിഫറൽ സ്പീഡ് ഈസ് അബൌട്ട് 175 മീറ്റർ പെർ സെക്കൻഡ്. അത് കുറയ്ക്കാനായിട്ട് ഇവിടെ ചെയ്യുന്നത് എന്താ? ഡി കുറയ്ക്കും. ഡി കുറച്ച് അപ്പം നമ്മളിവിടെ ഡി എന്ന് പറയുന്ന ഒരു മാക്സിമം ഒരു 1.2 മീറ്ററേ ആകാൻ പാടുള്ളൂ. സിലിണ്ട്രിക്കൽ റോട്ടർ മെഷീനിൽ ഡി എന്ന് പറയുന്നത് മാക്സിമം ഒരു 1.2 മീറ്ററൊക്കെ ആകാൻ പാടുള്ളൂ. 1.2 മീറ്റർ. അപ്പോൾ ഡി കുറവാണ് അവിടെ. ഡി കുറയുമ്പോൾ എല്ല് കൂട്ടണം. ഡി കുറയുമ്പോൾ എല്ല് കൂട്ടണം, എന്നെങ്കിലേ ഈ ഔട്ട്പുട്ട് ഇവിടെ കിട്ടുകയുള്ളൂ. C0 D² അല്ല, ഡി കുറയുന്നു. അപ്പോൾ ആ കുറവ് പരിഹരിക്കത്തക്ക രീതിയിൽ എല്ല് കൂടുതലായിരിക്കണം. അപ്പം ടർബോ ഓൾട്ടർനേറ്റേഴ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ സ്മോൾ ഡയമീറ്റർ ബട്ട് ലാർജ് ആക്സിയൽ ലെങ്ത്. നിങ്ങൾ സിമ്മിൽ അതാണ്, സിംഗ്രണസ് ആൻഡ് ഇൻഡക്ഷൻ മെഷീനകത്ത് അതാണ് പഠിച്ചിട്ടുള്ളത്. ഡയമീറ്റർ കുറവും ലെങ്ത് കൂടുതലായിരിക്കും. ഇവിടെയോ വാട്ടർ വീലിൻ്റെ കേസിലാണെങ്കിൽ ഡയമീറ്റർ വലുതും ലെങ്ത് കുറവുമായിരിക്കും. അപ്പോൾ ആ ഒരു പ്രത്യേകത ഒന്ന് ഓർത്തിരിക്കണം.